നമസ്തേ, വെൽക്കം ടു അക്കൗണ്ട്സ് എഡ്യൂക്കേറ്റ്. ഇന്ന് നമുക്ക് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. അക്കൗണ്ടൻസിയിൽ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാകും. റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്, ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകളുടെയും റെക്കോർഡിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് ആണ് ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതേണ്ടത് എന്നാണ് അർത്ഥം. ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്: ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് മോഡേൺ ക്ലാസിഫിക്കേഷൻ. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ അക്കൗണ്ടുകളെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അസറ്റ്സ്, എല്ലാ അസറ്റ് അക്കൗണ്ടുകളെയും റിയൽ അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. റിയൽ അക്കൗണ്ടുകളുടെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഒരു അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആകുന്നത് അസറ്റ് സെയിൽ നടക്കുമ്പോഴാണ്. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാറ്റഗറി പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് റെപ്രസെന്റിങ് പേഴ്സൺസ്, വ്യക്തികളും ബിസിനസ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അവിടെ ശരിക്കും ഡെബിറ്റ് ദ റിസീവർ ഓഫ് ബെനിഫിറ്റ് ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ഓഫ് ബെനിഫിറ്റ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് അതിന്റെ മീനിങ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് നോമിനൽ അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസ്, ലോസസ്, ഇൻകം, ഗെയിൻ, ഈ 4 കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ടുകളെല്ലാം നോമിനൽ അക്കൗണ്ട് എന്ന കാറ്റഗറിയിൽ വരും. അതിന്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഒരു ട്രാൻസാക്ഷനിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അക്കൗണ്ടിനെയോ ലോസ് അക്കൗണ്ടിനെയോ ഡെബിറ്റ് ചെയ്യണം. ഒരു ഇൻകം റിസീവ് ആകുന്നു അല്ലെങ്കിൽ ഒരു ഗെയിൻ കൂടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഇൻകം അക്കൗണ്ടിനെയോ അല്ലെങ്കിൽ ഗെയിൻ അക്കൗണ്ടിനെയോ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പഠിച്ച ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സെയിൽ ടു മിസ്റ്റർ മോഹൻ. അതിന്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്? മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ നിശ്ചയിച്ചത്? മോഹൻ അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണ് അക്കൗണ്ട്സ് ഇൻവോൾവ്. മോഹൻ അക്കൗണ്ടിന്റെ കാറ്റഗറി എന്താണ്? മോഹൻ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. മോഹന് നമ്മൾ ഗുഡ്സ് വെക്കുമ്പോൾ മോഹൻ ബെനിഫിറ്റിന്റെ റിസീവർ ആണ്, ഡെബിറ്റ് ദ റിസീവർ. അങ്ങനെയാണ് മോഹൻസ് അക്കൗണ്ട് ഡെബിറ്റ് വന്നത്. ഇനി സെയിൽസ് അക്കൗണ്ട് ഏത് കാറ്റഗറിയാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനലിൽ ഒരു ഇൻകം ആണ്. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അങ്ങനെയാണ് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് വന്നത്. അടുത്തത് മോഹന്റെ കയ്യിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണെന്ന് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ അക്കൗണ്ട്. എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ തീരുമാനിച്ചത്? ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റിനെ സൂചിപ്പിക്കുന്ന അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, മോഹന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ഈസ് കമ്മിങ് ഇൻ, അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി മോഹൻ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. മോഹന്റെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ മോഹൻ ഒരു പ്രൊവൈഡർ ഓഫ് ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഗിവർ ഓഫ് ബെനിഫിറ്റ് ആണ്. ക്രെഡിറ്റ് ദ ഗിവർ. അങ്ങനെയാണ് മോഹൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് വന്നത്. അടുത്തത് മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. മോഡേൺ ക്ലാസിഫിക്കേഷനിൽ എല്ലാ അക്കൗണ്ടുകളെയും 5 കാറ്റഗറി ആയി ഡിവൈഡ് ചെയ്യുന്നു: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇൻക്രീസ്, ഡിക്രീസ് എന്നുള്ള ഹെഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ, അസറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ആകുകയാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ആകുന്നെങ്കിൽ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻക്രീസ് വന്നാൽ ക്രെഡിറ്റ്, ലയബിലിറ്റി ഡിക്രീസ് വന്നാൽ ഡെബിറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് വന്നാൽ ക്രെഡിറ്റ്,
ക്യാപിറ്റൽ ഡിക്രീസ് ആയാൽ ഡെബിറ്റ്. എക്സ്പെൻസസിനും ലോസസിനും ഒരേ റൂളാണ്. എക്സ്പെൻസ് ഓർ ലോസ് ഇൻക്രീസ് ആയാൽ ഡെബിറ്റ്, ഡിക്രീസ് ആയാൽ ക്രെഡിറ്റ്. അതുപോലെ ഇൻകംസ് ആൻഡ് ഗെയിൻസ് രണ്ടിനും ഒരേ റൂൾ തന്നെ. ഇൻക്രീസ് ക്രെഡിറ്റ്, ഡിക്രീസ് ഡെബിറ്റ്. മോഡേൺ ക്ലാസിഫിക്കേഷൻ കൃത്യമായി ഓർത്തു വെക്കാൻ നമ്മൾ അക്കൗണ്ടുകളുടെ കാറ്റഗറിയും ഇൻക്രീസ് കോളവും മാത്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മതിയാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഡെബിറ്റ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിക്രീസ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടുകളുടെ പേരും ഇൻക്രീസ് കോളവും മാത്രം നല്ല രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനേക്കാൾ മോഡേൺ ക്ലാസിഫിക്കേഷൻ ആണ് കമ്പാരിറ്റീവ്ലി അപ്ലൈ ചെയ്യാൻ സൗകര്യം. അടുത്തതായി എങ്ങനെയാണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അക്കൗണ്ട്സ് ഇൻവോൾവ് ഏതൊക്കെയാണ്? പർച്ചേസസ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? പർച്ചേസസ് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് ചെയ്യും തോറും പർച്ചേസ് എന്ന എക്സ്പെൻസ് ഇൻക്രീസ് ആകും. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. പർച്ചേസ് ചെയ്ത് എമൗണ്ട് പേ ചെയ്യുമ്പോൾ ബിസിനസ്സിലെ ക്യാഷ് ബാലൻസ് ഡിക്രീസ് ആകും. ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ സെയിൽസ് റിട്ടേൺസ് ബൈ മിസ്റ്റർ രവി. എന്താണ് എൻട്രി? സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു രവി. എങ്ങനെയാണ് ഈ എൻട്രി വന്നത്? സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ സെയിൽസ് എന്ന ഇൻകത്തിനെ കുറയ്ക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ ഡിക്രീസ് ഇൻ ഇൻകം, സെയിൽസ് എന്ന ഇൻകം കുറയുന്നു. ഡിക്രീസ് ഇൻ ഇൻകം ഡെബിറ്റ്. അങ്ങനെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. രവീസ് അക്കൗണ്ട്. രവി അക്കൗണ്ട് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു ഡെറ്റർ ആണ് രവി. ഡെറ്റർ ഏത് കാറ്റഗറിയാണ്? അസറ്റ് അക്കൗണ്ട് ആണ്. രവി സെയിൽസ് റിട്ടേൺ നടത്തും തോറും രവിക്ക് നമ്മളോടുള്ള ആ ഒരു ഇൻഡെപ്റ്റഡ്നെസ് കുറയും. ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ്. അങ്ങനെയാണ് രവീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്നും എങ്ങനെ കൃത്യമായി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അക്കൗണ്ടൻസി സിസ്റ്റമാറ്റിക്കായി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റമാറ്റിക്കായി അപ്ലൈ ചെയ്താൽ എക്സാമിന് നിങ്ങളെ പഠിപ്പിക്കാത്ത ട്രാൻസാക്ഷൻ വന്നാൽ പോലും കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അക്കൗണ്ടൻസി കൂടുതലായി മനസ്സിലാക്കാനുള്ള കോൺസെപ്റ്റ്സും പല പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസുമായി ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.